ഇന്ത്യൻ എയർക്രാഫ്റ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഇനി വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കേണ്ട കാലം തീരാനിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ ജെറ്റ് എഞ്ചിൻ വിപ്ലവം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് സ്പേസ് റോൾസ് എയ്റോസ്പേസ് ടെക്നോളജീസ്, മറ്റൊരു വശത്ത് വായുവ്യ ഡിഫൻസ്. ഈ രണ്ട് ഇന്ത്യൻ കമ്പനികൾ കൈകോർക്കുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം അഡ്വാൻസ്ഡ് ജെറ്റ് എഞ്ചിൻ ടെക്നോളജി വികസിക്കാൻ ഇനി അധിക നാളില്ല എന്നത് അഭിമാനത്തോടു കൂടി എടുത്തു പറയാം. ഇത് വിജയിച്ചാൽ ഡ്രോണുകൾ, മിസൈലുകൾ, ചെറിയ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എന്നിവയ്ക്ക് വേണ്ട ഇന്ത്യൻ മെയ്ഡ് ജെറ്റ് എഞ്ചിനുകൾ വേഗത്തിൽ വരാനാണ് സാധ്യതയുള്ളത്. അതിവേഗത്തിൽ തന്നെ വരുമെന്നത് എടുത്തു തന്നെ പറയാൻ സാധിക്കും. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയ്റോസ്പേസ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ വാർത്തയാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പേസ് റോൾസ് എയ്റോസ്പേസ് ടെക്നോളജീസും വായുവ്യ ഡിഫൻസും ചേർന്ന് ഇന്ത്യയിൽ തന്നെ ഇൻഡിജിനസ് ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് ഒരു സ്ട്രാറ്റജിക് സഹകരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ജെറ്റ് എഞ്ചിൻ നിർമ്മാണം വളരെ കഠിനമായ ടെക്നോളജി മേഖലയാണ്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്കാണ് ഇത് പൂർണ്ണമായും കൈവശമുള്ളത്. അതിനാൽ ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത, പ്രതിരോധ ശേഷിയിലേക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്പേസ് റോൾസ് ടെക്നോളജിയുടെ പ്രത്യേകത പരിശോധിക്കാം. ഈ പ്രോജക്റ്റിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്പേസ് റോൾസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കംപ്രസർ ടെക്നോളജിയാണ്. അവരുടെ ABMP ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന പേറ്റന്റ് ഡിസൈൻ ജെറ്റ് എഞ്ചിനുകളുടെ പ്രകടനം വളരെ വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുന്ന ഒരു പ്രധാന ടെക്നോളജിയായി ആണ് പറയുന്നത്. ഈ സിസ്റ്റത്തിന്റെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം. ഏകദേശം 95 മുതൽ 98% വരെ എഫിഷ്യൻസി ഉണ്ട് ഇതിന്. 15 ഡെസിബലിൽ കൂടുതൽ ശബ്ദം കുറയ്ക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. സ്റ്റോൾ ഫ്രീ ഓപ്പറേഷൻ ആണ് ഇതിന്. അതായത് എഞ്ചിൻ കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കും, കുറച്ച് ഇന്ധനം മാത്രമേ ഉപയോഗിക്കൂ, അതുപോലെ തന്നെ ശബ്ദവും കുറവാണ് എന്നതും എടുത്തു തന്നെ പറയണം. ഇത് ഭാവിയിലെ അടുത്ത തലമുറ ജെറ്റ് എഞ്ചിനുകൾക്ക് വലിയ ഗെയിം ചേഞ്ചർ ആയി മാറാമെന്നതാണ് വിലയിരുത്തൽ. ലോകം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. സ്പേസ് റോൾസ് ടെക്നോളജിക്ക് ഇതിനകം തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചു എന്നതാണ് മറ്റൊരു വലിയ കാര്യം. അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസിൽ സമർപ്പിച്ച ഒരു പേറ്റന്റ് പരിശോധനയ്ക്കിടെ ലോക പ്രശസ്ത ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനി സഫ്രാനുമായി സംബന്ധിച്ച ഫയലുകളിൽ സ്പേസ് റോൾസ് ടെക്നോളജി പരാമർശിക്കപ്പെട്ടിരുന്നു. ഇത് ഇന്ത്യൻ നവീകരണത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി തന്നെ കണക്കാക്കണം. വായുവ്യ ഡിഫൻസിന്റെ മൈക്രോ ജെറ്റ് എഞ്ചിൻ ഇപ്പോൾ ഈ കൂട്ടത്തിലെ മറ്റൊരു പ്രധാന താരം വായുവ്യ ഡിഫൻസ് ആണ്. ഇവർ ഇതിനകം തന്നെ ഒരു 4 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്ന ഇൻഡിജീനിയസ് മൈക്രോ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഈ എഞ്ചിന്റെ പ്രധാന സവിശേഷതകൾ ഏകദേശം 20 കിലോഗ്രാം മാത്രമാണ് ഇതിന് ഭാരം. 4 സ്റ്റേജ് ആക്സിയൽ കംപ്രസർ, ഡുവൽ കമ്പഷൻ ചേംബർ, ജെറ്റ് A1, ജെറ്റ് 4 ഫ്യൂവലുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ഇപ്പോൾ ഈ എഞ്ചിൻ ടെസ്റ്റിംഗ് ഘട്ടത്തിലാണ് കേട്ടോ. ത്രസ്റ്റ് സ്റ്റെബിലിറ്റി, ഹീറ്റ് മാനേജ്മെന്റ്, പെർഫോമൻസ് എന്നിവ പരിശോധിക്കുന്ന പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. ഈ ഒരു പുതിയ സഹകരണം വിജയിച്ചാൽ ഇന്ത്യക്ക് സ്വന്തമായി വികസിപ്പിക്കാനാവുന്നവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അഡ്വാൻസ്ഡ് ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ലൈറ്റ് എയർക്രാഫ്റ്റുകൾ, ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻസ് തുടങ്ങിയവയാണ്. ഇതുവരെ ഇന്ത്യക്ക് ഈ വിഭാഗങ്ങളിൽ പലപ്പോഴും വിദേശ എഞ്ചിനുകൾ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ ആ ആശ്രിതത്വം കുറയ്ക്കാനാണ് നമ്മുടെ ഭാരതത്തിന്റെ ലക്ഷ്യം.